നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കണം. ഇപ്പോൾ 3200 ലഭിച്ചവർക്ക് ഈ മാസം അവസാനത്തോടെ വീണ്ടും പെൻഷൻ വിതരണം ഉണ്ടാകും. 2000 കോടി രൂപ പെൻഷൻ വിതരണ കമ്പനിയിലേക്ക് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് വായ്പ എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഇപ്പോൾ 3000 രൂപ അനുവദിച്ചിരുന്നു എടുക്കുന്നതിന് വേണ്ടി. ഇതിൽ 2000 കോടി രൂപ ഈ മാസം അവസാനത്തോടെ ഏപ്രിൽ 29-30 തീയതികളോടെ തന്നെ സർക്കാർ സമാഹരിക്കും. പെൻഷൻ വിതരണം ചെയ്യുന്നതിന്, അതോടൊപ്പം തന്നെ ശമ്പളം കൊടുക്കുന്നതിന്, മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തുക ചിലവഴിക്കുന്നത്. ഇത് മാത്രമല്ല, 2000 കോടി രൂപ പെൻഷൻ വിതരണ കമ്പനിയിലേക്ക് എത്തുമ്പോൾ പരമാവധി 2 മാസത്തെ ആനുകൂല്യം കൂടി നമ്മളുടെ കൈകളിലേക്ക്, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകും. ക്ഷേമ പെൻഷൻ വിതരണം ഇലക്ഷനൊക്കെ ശേഷമേ ഇനി ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതോടൊപ്പം തന്നെ 1600 രൂപ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കുന്ന പ്രക്രിയയാണ് ഈ മസ്റ്ററിംഗ് എന്നുള്ളത്. അക്ഷയ കേന്ദ്രത്തിലെത്തി ബയോമെട്രിക് സംവിധാനം വഴിയാണ് ഈ മസ്റ്ററിംഗ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച തീയതികളൊന്നും വന്നിട്ടില്ല. അതായത് തീയതിയോ അല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങളൊന്നും തന്നെ ആയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 2023 നമ്മൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. അതിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അതിനെ ആധാരമാക്കിയാണ് ഇപ്പോൾ പെൻഷൻ ആനുകൂല്യത്തിൻ്റെയൊക്കെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് മസ്റ്ററിങ് ചെയ്യാനെന്ന രീതിയിലോ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. മസ്റ്ററിങ്ങിൻ്റെ തീയതിയൊക്കെ പിന്നീട് അറിയിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇലക്ഷൻ റിസൾട്ട് എല്ലാം പ്രഖ്യാപിച്ച ശേഷം, അതിനൊക്കെ ശേഷമേ ഈ 2024 വാർഷിക മസ്റ്ററിംഗ് സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കൂ. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ആലപ്പുഴയിൽ കുട്ടനാട് പ്രദേശങ്ങളിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. H5N1 എന്ന് പറയുന്ന വൈറസാണ് പക്ഷിപ്പനിക്ക് ആധാരമായിട്ടുള്ളത്. നിലവിൽ വൈറസ് ബാധയേറ്റ പക്ഷികളെ കൊല്ലുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ പ്രവേശിച്ചു കഴിഞ്ഞു. കർഷകർക്ക് വലിയൊരു ദുരിതം ആണ് ഈ ഒരു അവസ്ഥയിലൂടെ ഉണ്ടാകുന്നത്. എങ്കിൽ പോലും മനുഷ്യജീവനും കൂടി ഭീഷണിയാകുന്ന രീതിയിലേക്ക് പക്ഷിപ്പനികൾ മാറുന്നതായിട്ടാണ് ലോക ആരോഗ്യ സംഘടനയും അതോടൊപ്പം തന്നെ അമേരിക്കയിലുള്ള ഗവേഷകരും ഇതിനെ വിലയിരുത്തുന്നത്. ഇനി വരുന്ന ഒരു മഹാവ്യാധി, അതും 100 ഇരട്ടി ശക്തി ആർജിച്ച പക്ഷിപ്പനിയാണ് നമ്മുടെ ലോകം കീഴടക്കാൻ പോകുന്നത് എന്നൊക്കെ അമേരിക്കൻ ഗവേഷകരുൾപ്പെടെ ശാസ്ത്രജ്ഞരുൾപ്പെടെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കരുതൽ കൂടി അത്യാവശ്യമാണ്, ജാഗ്രത അത്യാവശ്യമാണ്. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് കൂടി പകരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടി വഷളാക്കുകയും ചെയ്യും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുതിച്ച് ഉയരുകയാണ്. ഈ സമയത്ത് പല മേഖലകളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നിലവിൽ ഫ്യൂസ് പോകുന്നതും അതോടൊപ്പം തന്നെ ഫീഡർ ഡ്രിപ്പ് ആകുന്നത് പോലുള്ള വിവിധ പ്രതിഭാസങ്ങളാണ് ഇതിൻ്റെ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വൈദ്യുതി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ആ സമയം തന്നെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള പരിശോധനകളിലേക്ക് പ്രവേശിക്കുന്നതും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആ സമയത്ത് തന്നെ സ്വീകരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രദേശങ്ങളിലൊക്കെ സെക്ഷൻ ഓഫീസുകളിലേക്ക് ആളുകൾ എത്തുന്നതും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KSEBയുടെ പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുള്ളത്. സെക്ഷൻ ഓഫീസുകളിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമുക്ക് നമ്മുടെ പരാതി അറിയിക്കുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.